ഹലോ, എല്ലാവർക്കും നമസ്കാരം. ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കാര്യം കണ്ടതുകൊണ്ട് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാൻ. 89 വയസ്സുള്ള ഒരു മഹാമാന്യനെ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ദയവായിട്ട് എല്ലാവരും ഒരു വലിയ ലെങ്തി വീഡിയോ അല്ല കേട്ടോ, ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണേ. എന്റെ ഈ പ്രായത്തിൽ നമ്മൾ ഇവിടെ വെച്ചത് വേണോ? ഈ ശിവഗിരിയാണ്. ഈ ശിവഗിരി വെച്ചല്ല നമ്മൾ പത്രവും കാര്യം കാണുന്നതും സംവാദം നടത്തേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അതിനോട് 90% ഉള്ള ആളുകളെല്ലാം സഹകരിച്ച് അവർ വളരെ ശാന്തവും മൈൽഡായിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചുള്ളത് ഈ വശത്ത് നിന്ന ആളുകളാണ്. വളരെ ശാന്തവും മൈൽഡായിട്ടുള്ള ചോദിച്ചിട്ട് നിൽക്കുമ്പോഴാണ് ഒരാൾ ഈ ഇരിക്കുന്ന റിപ്പോർട്ടർ കൊണ്ട് ഇങ്ങോട്ട് വരിക. പേരൊന്ന് ശ്രദ്ധിക്കണേ. കാരണം ഒരാൾ എനിക്ക് സംസാരിച്ചോണ്ടിരിക്കല്ല, ഞാൻ ഈ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ആ സംസാരത്തിനെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ റിപ്പോർട്ടർ ചാനലുകാരൻ ആ ചാനലിന്റെ ഈ വഴിയും പിടിച്ച് എന്റെ നേരെ ഇങ്ങോട്ട് വരികയാണ്. UDF ഗവൺമെന്റ് കാലത്തൊന്നും തന്നില്ല എന്ന് പറയുമ്പോൾ LDF കാലത്ത് എന്ത് തന്നു? ഞാൻ പറഞ്ഞു ഇതിവിടെ സമ്മതിക്കേണ്ട വിഷയമല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. വാസ്തവമായ കാര്യങ്ങളാ കേട്ടോണം. നേതാവാണ് അവൻ തീവ്രവാദിയാണ്. കേട്ടല്ലോ, മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ്. ആ പേരൊന്നും കൂടെ ഒന്ന് പറയണേ സാർ. ആ പേരൊന്നും കൂടെ. നേതാവാണ് അവൻ തീവ്രം മനസ്സിലാക്കണം. ഈ വന്ന ആളെ എനിക്കറിയാം. റാഹിദ് ഇരാറ്റുപേട്ടക്കാരനാണ്. MSFന്റെ നേതാവ്. അവൻ തീവ്രവാദിയാണ്. മുസ്ലിങ്ങളുടെ വലിയ വക്താവ്. എനിക്കറിയാം. അതാണ് പോയിന്റ്. അതാണ് 89 വയസ്സുള്ള പ്രായത്തെ ബഹുമാനിക്കേണ്ട മാന്യൻ പറഞ്ഞ വാർത്ത കേട്ടല്ലോ. റാഹിദ് എന്ന് പേരായതുകൊണ്ടും മുസ്ലിം ആയതുകൊണ്ടും അവൻ തീവ്രവാദിയാണ്. അവനെ എനിക്കറിയാം. എന്റെ പൊന്ന് വെള്ളാപ്പള്ളി നടേശൻ സാറേ, മുസ്ലിങ്ങളുടെ പേര് മൊത്തം തീവ്രവാദിക്കാരാണ്. ഇപ്പൊ റിപ്പോർട്ടർ ചാനലിന്റെ വേറെ സതീഷെന്നോ സുനീഷെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേരുള്ള ആളായിരുന്നെങ്കിൽ അത് തീവ്രവാദി ആവില്ല. ഈ റഹീദ് എന്ന പേരായതുകൊണ്ടാണോ പുള്ളി തീവ്രവാദിയായത്? തീവ്രവാദികളെയാണോ കേരളത്തിലെ മാധ്യമ ചാനലുകളൊക്കെ ജോലിക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിൽ കൂടുതലൊന്നും ഞാൻ താങ്കളോട് ചോദിക്കുന്നില്ല. കാരണം താങ്കളുടെ പ്രായത്തെ ഞാൻ ബഹുമാനിക്കുന്നു, താങ്കൾ ബഹുമാനിക്കുന്നില്ലെങ്കിലും. അപ്പോൾ ആ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലേ? ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മുടെ പ്രായത്തെ ബഹുമാനിക്കണം. 89 വയസ്സുള്ള പ്രായത്തെ ബഹുമാനിക്കണം. അപ്പൊ മാധ്യമങ്ങളൊക്കെ ചോദിക്കാൻ വരുമ്പം ഈ തട്ടവിട്ട പേരുള്ള തട്ടവിട്ടവരും വല്ലോ റിപ്പോർട്ടർമാരുടെ ജേർണലിസ്റ്റുകളുണ്ടെങ്കിൽ മാറി നിന്നോണം. പുള്ളിയോട് ചോദിക്കാൻ പോയേക്കരുത് കേട്ടോ. അതുപോലെ അവിടെ ഇരിക്കുന്ന റിപ്പോർട്ടർ മനോരമ കാണും, 24 കാണും, മീഡിയ 1 കാണും, ജനൻ TV കാണും, എല്ലാം കാണും കേട്ടോ. അതിനകത്ത് ആരെങ്കിലും മുസ്ലിം പേരോ തലയിലിട്ടവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറി ഇന്നേക്കണം. അങ്ങനെയുള്ളവരെല്ലാം കേരളത്തിൽ തീവ്രവാദികളാണ്. അങ്ങനെയുള്ള മാധ്യമപ്രവർത്തകർ മൊത്തം തീവ്രവാദികളാണ്. 89 വയസ്സുള്ള ആൾക്ക് തീവ്രവാദികളെ കാണുന്നത് ഭയങ്കര കണ്ണുകടിയാണ്. അതുകൊണ്ട് തീവ്രവാദികൾ ആരും തന്നെ അവിടെ നിൽക്കരുത്. അന്നേരം 89 വയസ്സുള്ള പ്രായമായ ഒരാളുടെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ആ ഒരു ആപ്തവാക്യം മറക്കല്ലേ കേട്ടോ. ശരി.